ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. അപ്പോൾ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഞാൻ ചെടിയൊക്കെ എന്തായെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും ഇവിടെ മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ പേരൊക്കെ നിവർത്തി വെച്ചു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിവർത്തി വെക്കുന്നതിൻ്റെ ഇടയിൽ കുറേ പേരൊക്കെ ഒടിഞ്ഞു പോയി. അഡീനിയം പ്ലാന്റ്സൊക്കെ നല്ല പൂത്തുളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, അവരൊക്കെ കിടന്നു പോയി. അവരെയൊക്കെ നിവർത്തി വെച്ച് സ്റ്റാൻഡൊക്കെ ഏകദേശം കാലിയായി. കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. കാറ്റത്തെല്ലാം തന്നെ താഴത്തേക്ക് വന്ന് കിടക്കാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ നേരെ വെക്കുന്നതിനിടയിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ റെയറായിട്ട് ഒരുപാട് ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഇതൊക്കെ മറിഞ്ഞു കിടന്നാണ് നമ്മളെല്ലാം ഇപ്പോൾ അടുക്കി നിരത്തി കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ. ഗ്രെഗ് 2 എന്ന് പറയുന്ന ഒരു റെയർ വെറൈറ്റി അഗ്ലോണിമയാണ്. 350 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഗ്രെഗിൻ്റെ പ്ലാന്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ റെയറായിട്ടുള്ള ഏറ്റവും നല്ല 3000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു. അതിന്ന് വെറും 350 രൂപ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, ഡാർക്ക് ഗ്രീനിൽ പ്ലസ് മജന്ത ബോർഡറോട് കൂടിയ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ 350 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഗ്രെഗിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ ടെറസ് ഏകദേശം ഒരു പരുവായി, എല്ലായിടത്തും ചട്ടിയും ചെടിയും ഒക്കെ മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അടുക്കി പറക്കുകയാണ്. അതിനിടയിൽ നിങ്ങളെ കുറച്ച് റെയറായിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല ബൊഗെയിൻവില്ല പ്ലാന്റ്സും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ടാഗ് ഇട്ടിട്ടല്ല ഈ പ്രാവശ്യം പ്ലാന്റ് വന്നത്, അതുകൊണ്ട് തന്നെ അത്രമേൽ എനിക്ക് അടുത്തറിയാവുന്ന ചെടികളെ മാത്രമേ എനിക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് ഒരുപാട് റെയർ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഇയർ കണക്കാക്കി നമ്മൾ പ്ലാന്റ് വാങ്ങി വെച്ചതാണ്. നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ഒന്നും ഒരിക്കലും വരുന്ന അന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മളത് കൊണ്ടുവന്ന് 1-2 ആഴ്ചകൾ എങ്കിലും കഴിയണം അവർ നമ്മുടെ പൊട്ടി മിക്സൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാനായിട്ട്. അത് കഴിഞ്ഞ് പുതിയ ലീഫുകളൊക്കെ വരാതെ നമുക്ക് ഒരിക്കലും സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഏകദേശം ഒരു മാസം, ഒരു 1.5 മാസത്തിനടുത്തായിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് വന്ന പ്ലാന്റുകളാണ്. നമ്മളിത് അടുത്ത വർഷത്തേക്ക് കരുതി വാങ്ങിയതാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്ലാന്റുകളൊക്കെ റെയറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ കുറേയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനി ഒരു അടുത്ത സീസൺ വരെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വളർന്നങ്ങോട്ട് പോകും. നമുക്ക് വെച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹെൽത്തി ആയിട്ട് സെയിലിന് സൈസായിട്ടുള്ള പ്ലാന്റുകൾ വിൽക്കാമെന്ന് കരുതി. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ റെയറായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഒരുപാട് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെറൈറ്റി മാത്രമേ, ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ട് വന്നതല്ല. കാറ്റിന് ശേഷം ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിന് ശേഷം ടെറസിൻ്റെ മുകളിലെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെയുള്ള വലിയ കാറ്റും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ ഏകദേശം തീരുമാനമാകും. എന്നാൽ കുറച്ചും കൂടി വിൽക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബൊഗെയിൻവില്ലകൾ മാത്രമേ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഐഡി മാറിപ്പോയി സെയിൽ ചെയ്താൽ അത് ശരിയാകില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ പലതിൻ്റെയും റേറ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇതിപ്പോൾ വിൽക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച ചെടിയേ അല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോയിൽ പ്രൈസ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ താഴെ പോയിട്ട് ബുക്ക് എടുത്ത് നോക്കി അതിൻ്റെ നമുക്ക് കിട്ടിയ പ്രൈസൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ പ്രൈസ് ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് മെൻഷൻ ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സൂഫിയ ഇന്ത്യാന എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. സൂഫിയ ഇന്ത്യാനയുടെ ഒക്കെ നല്ല അടിപൊളി ഓൺ റൂട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഏകദേശം ഒരു 350 രൂപയാണ് കേട്ടോ പ്രൈസ്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു കസ്റ്റമർക്ക് സെയിൽ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എനിക്ക് കിട്ടുന്നുണ്ട്. സൂഫിയ ഇന്ത്യാനയുടെ പ്രൈസ് 350 രൂപയാണ്. ഓൺ റൂട്ട് പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള പ്ലാന്റിൻ്റെ ഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്ലാന്റാണ് അഡാസ് ജോയി എന്ന് പറയുന്ന ഒരു റെയർ വെറൈറ്റി. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ, നല്ല ഒരു പീച്ച് കളർ. പ്ലാന്റൊക്കെ ഹെൽത്തിയാണ്. നമുക്ക് സെയിലിന് അടിപൊളിയായിട്ട് സെയിലിനായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മൾ വളമൊക്കെ ചെയ്ത് നിർത്തിയേക്കാണ്. ഇപ്പോൾ പൂക്കളൊക്കെ ഉടനെ തന്നെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അഡാസ്കോയുടെ ഒരു പൂ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റെഫറൻസ് പിക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ. കാരണം കണ്ടോ, ഒരു പീച്ച് കളർ ഫ്ലവർ, നല്ല ഭംഗിയാണ് കാണാൻ. കൊലകുത്തി പൂക്കളുണ്ടാവും, പീച്ച് കളർ. ശരിക്കും ഒരു നമ്മുടെ എമാസ്പെറാക്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് കളറായിട്ടുള്ള പൂവാണ് കേട്ടോ. എമാസ്പെറാക്കിൻ്റെ ഫ്ലവറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. റെയറായിട്ടുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം ഉള്ളിൽ തീരെ ഇല്ലാത്ത നല്ല പക്ക ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അഡാസ് ജോയി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നോക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്നതാണ്.
അപ്പോൾ എമാസ്പെറാക്കിൻ്റെ പോലത്തെ തന്നെ ഫ്ലവറാണ് കേട്ടോ. നമ്മൾ കണ്ടല്ലോ അല്ലേ, അഡാസ്റ്റോയി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഉള്ള മറ്റൊരു പ്ലാന്റാണ് മിസ് ഇവ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. മിസ് ഇവയുടെ കുറച്ച് അധികം പ്ലാന്റ്സ് എടുത്തിരുന്നു നമ്മൾ, പക്ഷേ ഒരു ആൾ വന്ന് ബൾക്കായിട്ട് കുറച്ച് പ്ലാന്റ് എടുത്തിട്ട് പോയി. അതുകൊണ്ട് നമ്മുടെ കുറേയൊക്കെ ക്വാണ്ടിറ്റി കഴിഞ്ഞു. മിസ് ഇവയുടെ നല്ല അടിപൊളി പ്ലാന്റ്, ഓൺ റൂട്ട്, നല്ല റൂട്ടൊക്കെ പിടിച്ചിട്ടില്ല. ഇത് വെറും സ്റ്റെമ്മ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ആ സ്റ്റെമ്മ് നമ്മളിവിടെ നല്ല പൊട്ടി മിക്സൊക്കെ കൊടുത്ത് വളർത്തി നല്ല നിറയെ ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെറും ഒറ്റ കമ്പുകൾ. ഇപ്പോഴും നമുക്ക് വന്നതിൽ കുറേ പ്ലാന്റുകളൊക്കെ നശിച്ചു പോയതും ഇതുവരെ കിളിർപ്പ് വരാത്ത പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ പ്ലാന്റുകൾ, ഈ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഒന്നും ലീഫില്ലാതെ വെറുതെ ഇങ്ങനെ ഒറ്റ സ്റ്റെമ്മായിട്ട് വന്ന പ്ലാന്റുകളാണ്. അതിൽ കണ്ടല്ലോ, പല പ്ലാന്റുകളും ഇപ്പോഴും അത് കയറി വരാറായിട്ടില്ല. കാരണം ഒരു ഏകദേശം ഒരു 1.25 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഇനി രക്ഷപ്പെടുമെന്ന് അറിയില്ല. ചെറിയ തളർപ്പുകൾ വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. മിസ് ഇവ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ റെഫറൻസ് ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പർപ്പിൾ പ്ലസ് വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള പ്ലാന്റാണ് മിസ് ഇവ എന്ന് പറയുന്ന പ്ലാന്റ്. ഇനി അടുത്തത് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു പ്ലാന്റാണ്, റേ ഫിഷ് എന്ന് പറയുന്നൊരു പ്ലാന്റ്. റേ ഫിഷ്, അതായത് നമ്മുടെ ബട്ടർഫ്ലൈ അല്ല, റേ ഫിഷിൻ്റെ യെല്ലോ ആണ് കേട്ടോ ഇത്. റേ ഫിഷിൻ്റെ യെല്ലോ പ്ലാന്റാണിത്. ഇതിൻ്റെ റെഫറൻസ് ഫ്ലവർ നമ്മൾ ഇടുന്നുണ്ട്. ഇതും നല്ല അത്യാവശ്യം റെയർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ റേ ഫിഷ്. ഇതിൻ്റെ പേര് മറന്നുപോയി. ഇതിൻ്റെ ഒരു ചുവന്ന ഫ്ലവറുള്ള പ്ലാന്റുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല. റേ ഫിഷിൻ്റെ ഓറഞ്ചാണ് നമുക്ക് സെയിലിനായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, ലിമിറ്റഡ് സ്റ്റോക്കേ നമുക്ക് ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെയിലിനായിട്ട് ഉള്ള ചിത്രയുടെ ക്രീം എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചിത്ര ക്രീമിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ 300 രൂപയാണ് ഇടുന്നത്. ചിത്രയുടെ ഏതോ ഒരു വെറൈറ്റിയാണ്, ക്രീമാണോ എന്നാണെന്ന് നോക്കിയിട്ടില്ല. ചിത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 300 രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനി അടർണയും ഗോൾഡൻ സൺഷൈനും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് അത്ര പരിചയമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണിക്കാൻ പറ്റിയ മറ്റൊരു അടിപൊളി പ്ലാന്റാണ് മൊണാലിസയുടെ ഓറഞ്ച്. മൊണാലിസ ഓറഞ്ച് ഏറ്റവും റെയറായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ആകെ 5 പ്ലാന്റേ ഉള്ളൂ. ഓൾറെഡി ഇതിനകത്ത് 2-3 പ്ലാന്റ് സോൾഡ് ഔട്ടാണ്. റെയറായിട്ടുള്ള പ്ലാന്റാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവും ആണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ഒരെണ്ണം നമുക്കിവിടെ ഒരു ചെറിയ പൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ പൂ പോയിട്ടുണ്ട്. 300 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഡൻ സൺഷൈൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്ലാനാണ് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റാണിത്. 350 രൂപയാണ് ഡക്ക് ഫീറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ്. ഡക്കിൻ്റെ ഫീറ്റ് പോലെയുള്ള ഒരു ലീഫിൻ്റെ പാറ്റേൺ അതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഡക്ക് ഫീറ്റ് എന്ന് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഡക്ക് ഫീറ്റിൻ്റെ ഈ ഒരു പ്ലാന്റും നല്ല റെയറായിട്ടുള്ള പ്ലാന്റാണ്. 350 രൂപ മാത്രമാണ് ഡക്ക് ഫീറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി സിൻഡായി വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണത്. ഇതൊക്കെ നമ്മളിനി മെച്ചറാവുന്നതനുസരിച്ച് അടുത്തടുത്ത വീഡിയോകളിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് നല്ല നല്ല വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട് പൂക്കൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണത്തിന് വിരിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പൂക്കൾ വിരിയുന്നതനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തുന്നതനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.